അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, തായ്ലാൻഡിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ മഷൂൻ്റെ ആയാലും ബഷീയുടെ ആയാലും ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ പട്ടായിൽ തന്നെയാണ്. ഇപ്പോൾ 2 ദിവസം പട്ടായിൽ നിന്നിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് ചെയ്യാൻ റായോ മായോ ഏതോ സ്ഥലമാണ്. ആ സ്ഥലത്തോട്ടൊക്കെ പോകാം. പിന്നെ വേറെ സിറ്റി ഉണ്ടല്ലോ, ചൈന സിറ്റി, അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ വിചാരിച്ചു. പക്ഷെ പട്ടായയിൽ തന്നെ തീരണില്ല. അപ്പോൾ 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഒരു ലോൺ പോലത്തെ ഏരിയ ആണ്. ഒരു ലോണല്ലല്ലോ, നമുക്ക് ഒന്ന് ഇരുന്ന് കുറച്ച് ഇതാകാൻ പറ്റിയ ഒരു ഏരിയ. പക്ഷെ ഫേക്ക് ഗ്രാസൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തേക്കണേണ്. 2 ഊഞ്ഞാലൊക്കെ ഉണ്ടായിട്ട് മരത്തിലിങ്ങനെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാന്ന് പറഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഞാൻ ബാക്ക് ക്യാമറയിൽ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് പിന്നെ വീഡിയോസിൽ ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ കണ്ടു, ഇവിടെ സോങ്ക്രാൻഡ് ഫെസ്റ്റിവൽ കണ്ടല്ലോ മഷൂൻ്റെ. നല്ല രസമായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ വന്ന ദിവസത്തിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ഈ സോങ്ക്രാൻഡ് ഫെസ്റ്റിവൽ. വാട്ടർ ഫെസ്റ്റിവൽ എന്ന് പറയും. പുതിയ വർഷത്തിനെ വരവേൽക്കാനായിട്ട് ബാഡ് ലക്ക് തുടച്ച് കളയാൻ വേണ്ടി വെള്ളത്തിൽ കുളിപ്പിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും വന്നവരും പോണവരടുത്തൊക്കെ ഇങ്ങനെ വെള്ളമൊഴിച്ച് കളിച്ചോട്ടെ. എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹാപ്പിയായി. എന്താ വെച്ചാൽ നല്ല രസമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസവും ഞങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ ഇറങ്ങിയ ദിവസമായിരുന്നു ലാസ്റ്റ് ഡേ. ഭാഗ്യം എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ മണാലി പോയപ്പോഴും ലാസ്റ്റ് ഡേ ഞങ്ങൾ ചെന്ന ഡേ ഇതുപോലെ സ്നോ ചെയ്ത ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മണാലി പോയപ്പോഴും നമുക്ക് അങ്ങനത്തെ ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ പറയല്ലേ, എല്ലാവരും ഒരേപോലെ വ്ളോഗ് എടുത്തതിന് രസം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ മഷൂൻ്റെയിൽ കണ്ടാൽ അത് തന്നെ ആയിരിക്കും ഞാനും എടുത്തിട്ടുണ്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണാത്തുണ്ടെങ്കിൽ അതിൽ ചില ക്ലിപ്പിങ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യാമല്ലാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ സ്ഥലം മഷൂൻ്റെ വീഡിയോയിൽ എടുത്താന്ന് അറിഞ്ഞൂടാ, കണ്ടാന്ന് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് ഇൻട്രോ കൊടുക്കാമല്ലാന്ന് ചോദിച്ചു. നല്ല കാമാണ്. നിങ്ങൾക്ക് ഇതൊന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ? ഇവിടെ ബുൾക്കാട്ട് പോലെ എന്തോ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. പിന്നെ അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ കാമായിട്ട് എടുക്കാനാണ് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി ഇതിലൂടെ കാണിച്ചു തരാം. ബാക്കി എല്ലാവരും റെഡി ആവണേണ് ഇന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പം ഞാൻ ആദ്യം റെഡിയായിട്ട് ഒന്ന് ഇൻട്രോ എടുക്കാമെന്ന് ചോദിച്ചാൽ വന്നത്. അപ്പോൾ ഗൈസ്, ഞാനിനി ഇതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. മൊത്തത്തിൽ ഇങ്ങനെ പുറമേ നിന്ന് നോക്കണതും ഹോട്ടലിലോട്ട് കയറുന്നതും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീഡിയോയിൽ.
ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയ. ഇവിടെ ഞാനൊരു പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പട്ടായ തായ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ഏരിയയിൽ നിന്നാണ് ഫോട്ടോ എടുത്തത്. ഇവിടെ നിന്ന് നേരെ ഈ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മുടെ എൻട്രൻസ്. ഹോട്ടലിൻ്റെ എൻട്രൻസിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇതാണ് മറ്റേ ഹോട്ടൽ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന ഹോട്ടലിൻ്റെ സൈഡ്. ഇത് മറ്റേ ബുദ്ധയുടെ ദൈവത്തിൻ്റെ മറ്റേ സംഭവമുണ്ട്. അവിടെ റിസപ്ഷൻ. ഈ രണ്ട് സൈഡിൽ അവിടുത്തെ കിങ് ആണെന്ന് തോന്നുന്നു, ആരാണെന്ന് അറിഞ്ഞൂടാ, പേരറിഞ്ഞൂടാ. ഈ സൈഡിൽ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെയുണ്ട്. ഇവിടെ നിന്ന് സുനുവും മഷുവൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഒരു കിങ്ങും വൈഫും ഉണ്ടെന്ന് തോന്നുന്നു, പുള്ളിക്കാരുടെ മോനാണെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ. ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ലിഫ്റ്റിലോട്ടുള്ള വഴിയാണ്. ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ഇതാണ്. ഇതൊക്കെ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. നല്ല രസമാണ് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്രെയിം പോലെ. ഇതൊക്കെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ പോലെ ഇരിക്കണം ഫ്രെയിം. ഓ, ഞാൻ നിൽക്കേണ്ടില്ല, ഏത് ഫ്ലോറാണോ നിൽക്കില്ല, ഇപ്പോഴാണ് പോയത്. പുറത്തോട്ട് പോകാം. യെസ്, നമ്മുടെ ഫ്ലോർ എത്തിയിട്ടുണ്ട്. റൂമിലോട്ട് പോകുകയാണ്. എല്ലാവരും റെഡിയായി ആവും. ഇനി പുറത്തു പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ് ഫ്രണ്ട്സ്, ഞാൻ ആ ടൈമിൽ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ആ ടൈമിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റ് എടുത്തത് ഇപ്പോഴാണ് ഇറങ്ങാൻ പോകണം. അപ്പം ഈ വ്യൂ ഞാൻ പകൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് രാത്രിയും കാണിച്ചു തരാമെന്ന്. കറക്റ്റ് ടൈം കിട്ടിയപ്പോൾ തന്നെ ഞാൻ എടുത്ത്. യെസ്, പറയൂ. ആദ്യം വെച്ചാൽ ആദ്യം ഇരുന്നപ്പോൾ ഇന്നലെ ഇട്ടയച്ചത് മറ്റേ തെന്നിപ്പോണ ഡ്രസ്സായിരുന്നു. അതിന് പിടിക്ക്, അപ്പുറത്ത് കൂടി പിടിക്ക് കൈ. ഇങ്ങനെയാണ് ആറണ സൈകു. ഇരിക്കി നോക്കിയേ, അവിടെ എബുന ആറണോന്ന്. അവനെ മടിയിലിരുത്തി കൊടുക്കണം, മടിയിലിരുത്തി കൊടുക്കണം. അതിലിരിക്കാൻ പറ്റൂല അബു, വീഴും നീ. ഞാൻ ഇരുത്താം. ഞാനിത് കട്ട് ചെയ്താലേ ഇരുത്താൻ പറ്റുള്ളൂ. എവിടെ സൗണ്ട് ഉണ്ടാ? മറ്റേ ക്രിക്കറ്റിൻ്റെ സൗണ്ടാണോ? ക്രിക്കറ്റ് എന്താ ഒരു ചീവീട്, അതന്നെ ചീവീടിൻ്റെ സൗണ്ടാണ്. വവ്വാലല്ല, ചീവീടെന്ന് പറയണത്. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് അവനെ മടിയിലിരുത്തി ആട്ടം. അതേ വന്നുണ്ട് സുനുവിൻ്റെ അടുത്ത്. മഷ അവിടെ സെൽഫി എടുത്തോണ്ടിരിക്കണം. സെൽഫി പുള്ള നോക്കട്ടെ പോയി. നല്ല ലൈറ്റ് സെൽഫി. ഇവിടുത്തെ ആൾക്കാരെ പോലെ ഉണ്ട് കണ്ണൊക്കെ ചെറുത്. ഇവിടുന്ന് വെട്ടത്തിൽ ഞാൻ നിന്നെ എടുക്കാം. വെട്ടത്തിൽ യോ ഗായ്സ്, നല്ല വെട്ടം. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം അല്ലേ? നല്ല വെട്ടമുണ്ട് ഇവിടെ. പണ്ട് സെൽഫി എടുക്കുമ്പോൾ നീ എപ്പോഴും എങ്ങനെ ചുണ്ട് വെക്കുമായിരുന്നു അല്ലേ? അങ്ങനെ. ഇത് ഞാൻ പകല് കാണിച്ചായിരുന്നു, അത് വേറൊരു വൈബായിരുന്നു. രാത്രി ഇപ്പൊ വേറൊരു വൈബ്. സൈഗു, എബ്രോനെ സുനുവിന്റെ മടിയിലൊന്ന് ഇരുത്തി കൊടുത്തേ. സൈഗുന്റെ മടിയിൽ, സൈഗുന്റെ മടിയിൽ ഇരുത്തല്ല, സുനുവിന്റെ മടിയിൽ. എന്നെ ആരും എടുത്തോടില്ലേ രീതി? അതില് ആടാൻ പറ്റൂല. അതിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നോക്കിയേ. ഏയ്, അവിടെ കുറച്ച് പൊട്ടിയിരിപ്പുണ്ട്. പൊട്ടോ? വിട്ടോ സൈഗു മാറിക്കോ ബാക്കിൽ നിന്ന്. ആടാൻ പറ്റൂല, ഒന്നാതെ പൊക്കൂല്ലാത്ത ഊഞ്ഞാല്. അത് ഞാൻ പറഞ്ഞ ആടാൻ പറ്റൂല. അത് അതാ പറഞ്ഞ, അത് രസമില്ല അവിടെ ആടാൻ. നല്ല കാറ്റും ഉണ്ട് കേട്ടാ അല്ലേ? ഇതേ പോണ്ട എബുവിന്റെ മുടിയൊക്കെ പറക്കണത് കാണണ്ട. അതേ പോണു. ഇത് അഴുക്കാവും. ഇത് മറ്റേ ഗ്രാസ്, മറ്റേ ഒറിജിനൽ അല്ലാത്ത വായിക്കാം. നല്ല കാറ്റുണ്ട്.
സുണോ നല്ല കാറ്റല്ല സുണു, നല്ല വൈബല്ലേ. ഹായാ, എന്താണ് ഹായ്? ഇതെന്താണ് ഓടി വന്നിട്ട് ഇരിക്കണ അബു? എനിക്കൊന്നും ഈ ചെരുപ്പ് തട്ടണേന്ന് തോന്നണ അവന് ഓടുമ്പോ. ആ താത്തൈ താത്തൈ വീയാമോണല്ല, അതങ്ങനെയാണ്, ചെറിയ പൊക്കൂലാത്ത ഊഞ്ഞാല്. ഡാഡ എന്തായി? കാറ് ബുക്ക് ചെയ്തിട്ട് ഡാഡ അവിടെ നിന്ന് നടന്നു തന്നെ ഉണ്ട്. വീഡിയോ എടുക്കാൻ കൂടെയാടാ ആടണത്. നല്ല ഫ്രെയിം. അവനവിടെ എബു ഉണ്ട് ബാക്കിൽ. നിർത്തിക്കോ 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 വേണ ഗൈസ്. എന്റെ വീഡിയോയില് ഫുള്ള് ഇവിടെ ഉറക്കല് പിടിക്കല് വണ്ടി ഓടിക്കണ. എടാ എബു എന്താണത്? വാ ഉറങ്ങണോ പറഞ്ഞിട്ട്? ഉറങ്ങ് 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 നീ ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്. അയ്യോ യാ അടിപൊളി മോള്. സുനു എവിടെ കിളി പോയത്? നോക്കി കയ്യിൽ കിളി പോയിട്ട് മിണ്ടാതിരിക്കണോ? അയ്യോ എന്തൊക്കെ. ഇപ്പൊ ഇവിടെ നിനക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സ്കേർട്ട് ഇല്ലേ? കാണിച്ചേ. പക്ഷെ നല്ല മെറ്റീരിയൽ ആണത്, എനിക്ക് ഇഷ്ടമായത്. എവിടെ ആ സ്കേർട്ട് കാണിച്ചേ? നല്ല സോഫ്റ്റ് ഉണ്ട്. ഹായ് ഗൈസ്, നോക്കി നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ്, എനിക്ക് ഇഷ്ടമായി. ഉറങ്ങാൻ പോയവനാണ്. ഉറങ്ങോ വണ്ടി ഓടിക്കോ? ആ വീഡിയോ കാണണമെങ്കിൽ മഷൂടെ വ്ളോഗിൽ പോവുക. നോക്കിയത് ഞങ്ങൾ വണ്ടി ഓടിച്ച ഇനി എത്ര ഉണ്ട് എനിക്ക് ബാലൻസ്? എനിക്ക് എത്ര ബാലൻസ്? നിങ്ങൾക്ക്? എനിക്ക് കുറവാ. എനിക്ക് 3280. ഓക്കെ ഗൈസ്, ഞാൻ ബാക്കി എന്ത് മേടിക്കാൻ പറ്റും നോക്കട്ടെ. അപ്പൊ ബാക്കി ഞാൻ നിങ്ങൾക്ക് മേക്കപ്പിൽ പോയി, എനിക്ക് ഡ്രസ്സിൽ പോയി. ആ എനിക്ക് ഡ്രസ്സിൽ പോയി, നിങ്ങൾക്ക് മേക്കപ്സിൽ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് എന്തെങ്കിലും നോക്കട്ടെ കിട്ടുമെന്ന് എനിക്ക്.
കണ്ടതുപോലെ മോളൊക്കെ താഴത്തെ ഗ്രൗണ്ടിലെല്ലാം തെണ്ടി തിരിഞ്ഞ് അവസാനം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ പോണേണ്. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഇടിയും ബഹളമായിരുന്നു. അതുകൊണ്ട് മഷി കഴിച്ചിട്ടില്ല, പാർസൽ എടുത്തിട്ടുണ്ട്. എൻ്റെ ലേറ്റ് ആയപ്പോൾ ഞാനും പാർസൽ എടുത്തിട്ടുണ്ട്. കഴിക്കാൻ പറ്റാറില്ല, എല്ലാം ഭയങ്കര ഇളമ്പാണ്. ഓ ഞാൻ വന്നില്ല. അപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നേരെ റൂമിലോട്ട് പോകണേ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എപ്പോഴും സ്ഥിരം കഴിക്കണം ഫുഡ് സ്ഥലം കഴിച്ച്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye bye.